കേരളത്തിലെ 20 ലോക്സഭാ സീറ്റുകളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിട്ടുള്ള ABVP സർവേ ഉൾപ്പെടെയുള്ള സർവേകൾ പരിശോധിച്ചാൽ അറിയാം, 20 ലോക്സഭാ സീറ്റുകളിൽ 20 സീറ്റിലും UDF ഈ തെരഞ്ഞെടുപ്പിൽ തിളക്കമുള്ള വിജയം കൈവരിക്കാൻ പോകുന്നു. 1988 ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ ഞാൻ നാവായിക്കുളം ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ മൺവെട്ടിയും മൺകോരികയും അടയാളത്തിൽ RSPയുടെ ചിഹ്നത്തിലാണ് മത്സരിച്ചതെങ്കിൽ തുടർന്ന് ഇങ്ങോട്ടുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളിലും മത്സരിച്ചത് അതേ പാർട്ടിയുടെ അതേ ചിഹ്നത്തിൽ മത്സരിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചത്. ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ ഏറ്റവും വലിയ ശക്തി, ഏറ്റവും വലിയ കരുത്ത് ജനങ്ങൾ അർപ്പിക്കുന്ന വിശ്വാസ്യതയാണ്. ആ വിശ്വാസ്യതയ്ക്ക്, ആ പൊളിറ്റിക്കൽ ക്രെഡിബിലിറ്റിക്ക്, ഐഡന്റിറ്റിക്ക്, ഇന്റഗ്രിറ്റിക്ക് കോട്ടം തട്ടുന്ന ഒരു പ്രവർത്തനവും ഒരു ഘട്ടത്തിലും ഒരു സാഹചര്യത്തിലും എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല എന്നുള്ളത് അസന്നിഗ്ധമായി ഈ അവസരത്തിൽ പ്രഖ്യാപിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമസ്കാരം. രാഷ്ട്രീയത്തിൽ ചിലർ നിലനിൽക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കാറുണ്ട്. എന്നാൽ ചിലർ രാഷ്ട്രീയത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ഓട്ടിക്കണമെന്നും നമ്മൾ കരുതാറുണ്ട്. എന്നാൽ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ നിലനിൽക്കണമെന്നും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കണം MP ആയിട്ടോ MLA ആയിട്ടോ നാടിനു വേണ്ടി പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു നേതാവുണ്ട്. അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് വലിയ ശക്തിയൊന്നുമില്ല, പക്ഷെ ജനങ്ങൾ അദ്ദേഹത്തെ വലിയ അംഗീകാരമാണ്, ആദരവാണ്, ആരാധനയാണ്. അതെ, അങ്ങനെയുള്ളൊരു നേതാവാണ് NK പ്രേമചന്ദ്രൻ. NK പ്രേമചന്ദ്രനെ പോലെ ആളുകൾ നമ്മുടെ MP-മാരായി വരേണ്ടത് വളരെ അത്യാവശ്യമാണ്. എന്നാൽ അദ്ദേഹത്തെ ഇല്ലാതാക്കാൻ വേണ്ടി പിണറായി വിജയൻ പിന്നിൽ നിന്നാണ് കുത്തിയത്. 2014 ഇലക്ഷനിൽ NK പ്രേമചന്ദ്രനെതിരെ അദ്ദേഹം പറഞ്ഞത്, പിണറായി വിജയൻ പറഞ്ഞത് പരനാറി എന്നാണ്. യഥാർത്ഥത്തിൽ പരനാറിയാണ് ആരാണ്? തട്ടിപ്പുകാരനും മാഫിയ തലവനും കൊള്ളത്തലവനും അതേപോലെ ധൂർത്തനും അഴിമതിക്കാരനും മാഫിയ എല്ലാ തരത്തിലും രാജ്യദ്രോഹിയുമായ ഒരേയൊരു നേതാവ് ഇന്ന് കേരളത്തിലുള്ളത് പിണറായി വിജയനാണ്. സ്വന്തം മകളെ കരിമണൽ കർത്തയിൽ നിന്ന് പണം വാങ്ങിക്കൊടുത്ത് അതേപോലെ കോടിക്കണക്കിന് രൂപ വിദേശത്ത് എത്തിച്ച് സുഖലോലുപനായി ജീവിക്കുന്ന തട്ടിപ്പുകാരനായ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ. അദ്ദേഹമാണ് പ്രേമചന്ദ്രനെ നശിപ്പിക്കാൻ വേണ്ടി മുൻകൈ എടുത്തതെങ്കിൽ തിരിച്ചടിച്ചത് ജനങ്ങളായിരുന്നു. 2014 ഇലക്ഷനിൽ അദ്ദേഹത്തെ വൻ ഭൂരിപക്ഷത്തിനാണ് കൊല്ലത്ത് നിന്ന് വിജയിപ്പിച്ചിട്ടുള്ളത്. NK പ്രേമചന്ദ്രൻ വളരെ ശക്തമായ ഭാഷയിൽ സത്യസന്ധമായിട്ടാണ് കാര്യങ്ങൾ പറയാറുള്ളത്. അദ്ദേഹം പിണറായി വിജയൻ തന്നെ പിന്നിൽ നിന്ന് കുത്തിയ കഥ കൃത്യമായി പറയുകയാണ്. കത്തിപ്പടർന്ന അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലൂടെ കൊല്ലത്ത് നടത്തിയ പ്രസംഗം കേൾക്കേണ്ടത് തന്നെയാണ്. NK പ്രേമചന്ദ്രൻ സത്യസന്ധതയുടെ പ്രതീകമാണ്. അഴിമതി രഹിതനായ ഒരാളാണ് അദ്ദേഹം. ജീവിതത്തിൽ ഇന്നേ വരെ സത്യസന്ധമല്ലാത്തൊരു പ്രവൃത്തി അദ്ദേഹം ചെയ്തതായിട്ട് നമ്മുടെ മുന്നിൽ പെട്ടിട്ടില്ല. കരിമണൽ കർത്തയ്ക്കെതിരെയോ കരിമണൽ ലോബിക്കെതിരെയോ പോരാടുന്ന ഒരു നേതാവാണ് NK പ്രേമചന്ദ്രൻ. അദ്ദേഹത്തെ തോൽപ്പിക്കാൻ എല്ലാ മേഖലകളിലും ഇതുപോലുള്ള അധോലോക ശക്തികൾ പ്രവർത്തിക്കുന്നുണ്ടാകും. നമ്മൾ അദ്ദേഹത്തെ വിജയിപ്പിക്കേണ്ടത് നാടിൻ്റെ ആവശ്യമാണ്. മുകേഷിനെ പോലെ പെണ്ണുപിടിയനായ അതേപോലെ ഭാര്യമാരെ ചവിട്ടിത്തെറിപ്പിക്കുന്ന ആളുകളെയല്ല നമുക്ക് ആവശ്യം. നമുക്ക് കൃത്യമായ രാഷ്ട്രീയം പഠിച്ച് ജനങ്ങളോടൊപ്പം നിന്ന് എല്ലാ കാലത്തും നമ്മളെ കൂടെ നിൽക്കുന്ന ഒരാളെയാണ് ആവശ്യം. മുകേഷിനെ കൊല്ലത്ത് തപ്പിയാൽ കിട്ടില്ല എന്നുള്ളതാണ് സത്യം. അദ്ദേഹത്തിന് ജനങ്ങളെ ആരെങ്കിലും വിളിച്ചാൽ തന്തയ്ക്ക് വിളിക്കുന്ന ഒരു ഒരു രാഷ്ട്രീയക്കാരനുപരി സിനിമാക്കാരനാണ്. സിനിമയുടെ ഗ്ലാമർ ലോകത്ത് നിന്നുകൊണ്ട് ബഡായി പറയുന്ന ബഡായി ബംഗ്ലാവിലെ കാരണവർ അദ്ദേഹത്തെയൊക്കെ ജയിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ നാണം കെട്ടു പോകും. എന്തായാലും കൊല്ലംകാർക്കൊരു അവസരം കൂടി കിട്ടിയിരിക്കുകയാണ് പ്രേമചന്ദ്രനെ വിജയിപ്പിക്കാൻ. അദ്ദേഹത്തിൻ്റെ കത്തിപ്പടർന്ന ഒരു പ്രസംഗം നമുക്ക് കേൾക്കാം. പ്രിയങ്കരനായ അധ്യക്ഷൻ, ഐക്യജനാധിപത്യ മുന്നണിയുടെ കൊല്ലം ലോക്സഭാ നിയോജക മണ്ഡലത്തിൻ്റെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചെയർമാൻ കൂടിയായ പ്രിയപ്പെട്ട ശ്രീ MM നസീർ, ഈ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുകൊണ്ട് വളരെ പരിമിതമായ വാക്കുകളിലൂടെ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൻ്റെ വർദ്ധിതമായ രാഷ്ട്രീയ പ്രാധാന്യത്തെ സംബന്ധിച്ച് നമ്മോട് സംവദിച്ച ഒരു ഭരണമാറ്റത്തിൻ്റെ അനിവാര്യത രാജ്യത്ത് രൂപപ്പെടേണ്ടുന്ന സാഹചര്യത്തെ സംബന്ധിച്ച് നമ്മോട് സംവദിച്ച, ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മതനിരപേക്ഷ കേരളം പടുത്തുയർത്തുന്നതിൽ നിസ്തുലമായ സംഭാവനകൾ നൽകിയിട്ടുള്ള പാണക്കാട് കൊടപ്പനയ്ക്കൽ തറവാട്ടിലെ
ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാനത്തിൻ്റെ അധ്യക്ഷനും കേരളം ആദരവോടെ ബഹുമാനത്തോടുകൂടി അംഗീകരിക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ജനനേതാവ് കൂടിയായിട്ടുള്ള ഏറ്റവും ബഹുമാന്യനായ പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അവർകൾ, ഈ സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത RSPയുടെ സംസ്ഥാന സെക്രട്ടറി സവ് ഷിബു ബേബി ജോൺ, അതുപോലെ ഈ സമ്മേളനത്തെ അഭിവാദ്യ പ്രസംഗം നടത്തിയ AICCയുടെ ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജോയിന്റ് സെക്രട്ടറിയും നമ്മുടെ പാർലമെന്റ് നിയോജക മണ്ഡലത്തിൻ്റെ പരിധിയിൽ വരുന്ന ഏക നിയമസഭാംഗം കൂടിയായ പ്രിയപ്പെട്ട ശ്രീ PC വിഷ്ണുനാഥ്, കൊല്ലം ലോക്സഭാ നിയോജക മണ്ഡലത്തിൻ്റെ ചുമതല വഹിക്കുന്ന കേരളത്തിൻ്റെ മുൻ മന്ത്രി കൂടിയായ ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട എൻ്റെ സഹപാഠിയും സഹപ്രവർത്തകനും സുഹൃത്തുമൊക്കെയായിട്ടുള്ള പ്രിയപ്പെട്ട ശ്രീ VS ശിവകുമാർ, അതുപോലെ ഈ സമ്മേളന വേദിയിൽ സന്നിഹിതരായിട്ടുള്ള UDFൻ്റെ ജില്ലാ ചെയർമാൻ ശ്രീ KC രാജൻ, ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ രാജേന്ദ്ര പ്രസാദ് സാറ്, RSPയുടെ മുതിർന്ന നേതാക്കളിൽ ഒരാൾ കൂടിയായിട്ടുള്ള മുൻ നിയമസഭാംഗം കൂടിയായിട്ടുള്ള സവ് ASCs ഉൾപ്പെടെ വിവിധ ഘടക പാർട്ടികളെ പ്രതിനിധീകരിച്ച് ഈ സമ്മേളന വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സമുന്നതരായ നേതാക്കൾ, ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ സജ്ജമായി ഈ കൺവെൻഷനിൽ പങ്കെടുത്തിട്ടുള്ള കൊല്ലം പാർലമെന്റ് നിയോജക മണ്ഡലത്തിലെ 7 അസംബ്ലി നിയോജക മണ്ഡലങ്ങളിൽ നിന്ന് ഒഴുകി എത്തിച്ചേർന്നിട്ടുള്ള ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സർവസ്വം എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന പ്രിയപ്പെട്ട മുന്നണി പ്രവർത്തകരെ, നേതാക്കളെ, സഖാക്കളെ, സുഹൃത്തുക്കളെ, തികഞ്ഞ അഭിമാനബോധത്തോടും അതിലേറെ ചാരിതാർത്ഥ്യത്തോടും കൂടിയാണ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രതിനിധിയായി 2024 18ാം ലോക്സഭയിലേക്കുള്ള സ്ഥാനാർത്ഥിയായി ഞാൻ നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത്. 2019 അതുപോലെ 2014 15ാം ലോക്സഭയിലും 2019 16ാം ലോക്സഭയിലും 17 ലോക്സഭകളിലൊക്കെ മത്സരിക്കാൻ വന്ന ഘട്ടങ്ങളിൽ 100% അർപ്പണബോധത്തോടും ആത്മാർത്ഥതയോടും കൂടി ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ നെഞ്ചേറ്റിക്കൊണ്ട് നടത്തിയ നിരന്തരമായ പ്രവർത്തനത്തിലൂടെയാണ് തിളക്കമുള്ള വിജയം കൈവരിക്കാൻ കഴിഞ്ഞത് എന്നുള്ളത് വളരെ ചാരിതാർത്ഥ്യത്തോടുകൂടി ഞാൻ ഈ അവസരത്തിൽ അനുസ്മരിക്കുകയാണ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, 2014 പെട്ടെന്നൊരു രാഷ്ട്രീയ നിലപാടിൻ്റെ അടിസ്ഥാനത്തിൽ UDFൻ്റെ ഭാഗമായി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വരുമ്പോൾ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ നൽകിയ വൻപിച്ച സ്വീകാര്യതയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനവുമാണ് അന്ന് നടന്ന കടുത്ത മത്സരത്തെ അതിജീവിച്ച് നല്ല ഭൂരിപക്ഷത്തോടുകൂടി 2014 വിജയിക്കാൻ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വിജയിക്കാൻ കഴിഞ്ഞത്. ആ 2014 തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലും CPM എക്കാലവും ചെയ്യുന്നത് പോലെ വ്യക്തിഹത്യയിലൂടെ രാഷ്ട്രീയ ഉന്മൂലനം ചെയ്യുക എന്ന നയം, നിലപാട് അന്നത്തെ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ 2014 ആരംഭിച്ചു. ആ പ്രതിലോമകരമായ പ്രചാര പ്രവർത്തനത്തെയും വ്യക്തിഹത്യയെയും അതിജീവിച്ചുകൊണ്ടാണ് UDFൻ്റെ പ്രവർത്തകന്മാർ ഉറക്കമിളച്ച് പ്രവർത്തിച്ചുകൊണ്ടാണ് നല്ല ഭൂരിപക്ഷത്തോടുകൂടി തീക്ഷ്ണമായ മത്സരത്തെ അതിജീവിച്ചുകൊണ്ട് വിജയിക്കാനുള്ള അവസരം നിങ്ങൾ നൽകിയത്. 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ആ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വീണ്ടും സ്ഥാനാർത്ഥിയായി വരുന്ന ഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള വ്യക്തി ഹത്യയും കടന്നാക്രമണവും, സത്യത്തിൽ ഒരു വ്യക്തിയുടെ, ഒരു രാഷ്ട്രീയ പ്രവർത്തകന്റെ പൊളിറ്റിക്കൽ ഐഡന്റിറ്റി, രാഷ്ട്രീയമായ വ്യക്തിത്വം, പൊളിറ്റിക്കൽ ഇന്റഗ്രിറ്റി, അതിനെപ്പോലും ചോദ്യം ചെയ്തുകൊണ്ടാണ് അന്ന് CPMന്റെ സംസ്ഥാന സെക്രട്ടറി പത്രസമ്മേളനം നടത്തി പരസ്യമായി പ്രഖ്യാപിക്കുകയാണ്,
2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഞാൻ ജയിച്ചാൽ, മോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ, മോദി ഗവൺമെന്റിലെ മന്ത്രിയായി ഞാൻ അടുത്ത ദിവസം സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന് പ്രചരിപ്പിച്ചുകൊണ്ടാണ് 2019 സംഘിവൽക്കരണത്തിന്റെ രാഷ്ട്രീയം പറഞ്ഞ് പ്രതിലോമകരമായ പ്രത്യാക്രമണത്തിലൂടെ പ്രതിരോധിക്കാൻ 2019 CPM-ന്റെ നേതൃത്വത്തിൽ നടന്ന വ്യാപകമായിട്ടുള്ള പ്രചരണം. ആ പ്രചരണത്തെയും അതിജീവിച്ചുകൊണ്ടാണ് മതേതര മതന്യൂനപക്ഷ വിഭാഗത്തിന്റെ പിന്തുണ ആർജിച്ചുകൊണ്ട്, വിശ്വാസം ആർജിച്ചുകൊണ്ട് മെച്ചപ്പെട്ട ഭൂരിപക്ഷത്തോടുകൂടി 2019 തെരഞ്ഞെടുപ്പിലും കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ ജനങ്ങൾ ഇന്ത്യൻ പാർലമെന്റിലേക്ക് 17ാം ലോക്സഭയിലേക്ക് തെരഞ്ഞെടുത്തയച്ചു. ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച പാർട്ടി സെക്രട്ടറി ഷിബു ബേബി ജോൺ പരാമർശിക്കുകയുണ്ടായി. ഞാൻ വളരെ അഭിമാനബോധത്തോടെ, ചാരിതാർത്ഥ്യത്തോടു കൂടിയാണ് നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത്. ഈ കഴിഞ്ഞ 10 വർഷക്കാലത്തെ പാർലമെന്ററി രംഗത്തെ പ്രവർത്തനം ഒരു തെളിവെള്ളത്തിലെ പരൽമീനിനെ പോലെ സുതാര്യമായി പരിശോധിക്കുന്ന ഏതൊരു രാഷ്ട്രീയ പ്രവർത്തകനും രാഷ്ട്രീയ നിരീക്ഷകനും വിലയിരുത്താൻ കഴിയും. ഈ 10 വർഷവും കേന്ദ്രത്തിൽ അധികാരത്തിലിരിക്കുന്ന മതേതര ഭാരതത്തെ മതരാഷ്ട്രമാക്കി പരിവർത്തനം ചെയ്യാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന RSSന്റെയും സംഘ് പരിവാറിന്റെയും രാഷ്ട്രീയം ഇന്ത്യയുടെ മണ്ണിൽ പ്രാവർത്തികമാക്കുന്നതിന് വേണ്ടി നിരന്തരമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന BJPയുടെ നേതൃത്വത്തിലുള്ള NDAയുടെ നേതൃത്വത്തിലുള്ള നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിനെതിരായി പാർലമെന്റിനകത്തും പുറത്തും നിരന്തരമായ പ്രതിഷേധത്തിന്റെയും പ്രതിരോധത്തിന്റെയും പ്രത്യാക്രമണത്തിന്റെയും മുൻനിരയിൽ നിന്നുകൊണ്ട് മതേതര ഭാരതത്തിന്റെ കാവൽക്കാരൻ, കാവൽ മാലാഖ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന പ്രിയപ്പെട്ട ശ്രീ രാഹുൽ ഗാന്ധിയോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തിക്കാനുള്ള അവസരമുണ്ടായി എന്നുള്ളത് അഭിമാനബോധത്തോടു കൂടി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 2019 17ാം ലോക്സഭയിലെ പ്രഥമ ദിനം, ആദ്യത്തെ ദിവസം, ആദ്യത്തെ 2 ദിവസങ്ങൾ സത്യപ്രതിജ്ഞയാണ്. നിങ്ങൾക്കറിയാം, ആ 2 ദിവസത്തെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ BJPയുടെ RSSന്റെ അറിയപ്പെടുന്ന രാഷ്ട്രീയ നേതാവ് മാലേഗാവ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട കേസിൽ പ്രതി ചേർക്കപ്പെട്ട പാർലമെന്റ് അംഗം, സന്യാസിനിയായിട്ടുള്ള അവർ അവരുടെ ഗുരുവിന്റെ പേര് പറഞ്ഞുകൊണ്ട് സത്യവാചകം ചൊല്ലിയപ്പോ ആദ്യ ദിവസം, 17ാം ലോക്സഭയുടെ ആദ്യ ദിവസം, അത് ഭരണഘടനാപരമായി തെറ്റാണെന്നും ആ സത്യവാചകം നിരർഥകമാണ് എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിരോധം തീർത്തുകൊണ്ട് തുടങ്ങിയ പ്രവർത്തനം 17ാം ലോക്സഭയുടെ അവസാന നാൾ വിവാദപരമായ വിഷയത്തിലൂടെ പ്രതിരോധം തീർക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന CPM-ന്റെ നേതൃത്വത്തിലുള്ള പ്രചരണ വിഭാഗം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചരണം നടക്കുന്ന ആ ദിവസം, അല്ലെങ്കിൽ ഇന്ത്യൻ പാർലമെന്റിന്റെ അവസാന ദിവസം, 10 വർഷക്കാലത്തെ നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ ഭരണ നേട്ടങ്ങളും മികവുകളും പുകഴ്ത്തി കാണിക്കുകയും 2004 മുതൽ 2014 വരെയുള്ള ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള UPA ഗവൺമെന്റിന്റെ ഭരണത്തെ ഇകഴ്ത്തി കാണിക്കുകയും ചെയ്തുകൊണ്ടുള്ള വൈറ്റ് പേപ്പർ അവതരിപ്പിച്ചപ്പോ ആ വൈറ്റ് പേപ്പർ അല്ലെങ്കിൽ ധവളപത്രത്തെ നിരാകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള സബ്സ്റ്റിറ്റ്യൂട്ട് റെസൊല്യൂഷൻ, ബദൽ പ്രമേയം പ്രതിപക്ഷത്തിനു വേണ്ടി, ഇന്ത്യൻ പ്രതിപക്ഷത്തിനു വേണ്ടി അവതരിപ്പിച്ചുകൊണ്ട് മോദി ഗവൺമെന്റിന്റെ ജനവിരുദ്ധ നയങ്ങളെ തുറന്നെതിർത്തുകൊണ്ട് നടത്തിയ പാർലമെന്റിന്റെ അവസാനത്തെ ദിവസത്തെ പ്രസംഗമടക്കമുള്ള പ്രവർത്തനങ്ങൾ ഈ നാടിന്റെ പൊതുമണ്ഡലത്തിലുള്ളതാണ്, സമൂഹത്തിന് പരിശോധിക്കാൻ കഴിയുന്നതാണ്. ഞാൻ സൂചിപ്പിച്ചത്, ഇപ്പോഴും ആ വ്യക്തിഹത്യയിലൂടെ രാഷ്ട്രീയമായി ഉന്മൂലനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള വില കുറഞ്ഞ തന്ത്രവുമായി മുന്നോട്ട് പോകുന്നു. ഇന്ന് ഏറ്റവും ഒടുവിൽ ഇപ്പോ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, കഴിഞ്ഞ ദിവസം നമ്മുടെ നേതൃത്വത്തിൽ തന്നെ പള്ളിമുക്കിൽ നിന്ന്, കൊല്ലൂർവിള പള്ളിമുക്കിൽ നിന്ന് ആരംഭിച്ചിട്ടുള്ള നൈറ്റ് മാർച്ച്, ചിന്നക്കടയിൽ സമാപിച്ച ആയിരക്കണക്കിന് പ്രവർത്തകർ പങ്കെടുത്ത നൈറ്റ് മാർച്ച്, ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു, ഒരു മതേതര രാജ്യമായിട്ടുള്ള ഇന്ത്യയിൽ പൗരത്വം ലഭിക്കുന്നതിന് മതം മാനദണ്ഡമാകുന്നു എന്ന് പറയുന്ന ഏറ്റവും ഗൗരവതരമായിട്ടുള്ള പ്രശ്നമാണ് ഞങ്ങൾ അതിൽ ഉയർത്തിക്കാണിക്കുന്നത്. അത് ഇന്ത്യൻ പാർലമെന്റിൽ അവതരണത്തിന്റെ ഘട്ടത്തിൽ വന്ന സമയത്ത് ശ്രീ അമിത്ഷാ അവതരിപ്പിച്ചപ്പോ
അത് ഭരണഘടനാ തത്വങ്ങളുടെ നഗ്നമായിട്ടുള്ള ലംഘനമാണെന്നും ഒരു മതേതര ജനാധിപത്യ രാഷ്ട്രത്തിൽ ഒരിക്കലും അവതരിപ്പിക്കാൻ ലെജിസ്ലേറ്റീവ് കോമ്പിറ്റൻസ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവതരണാനുമതി നിഷേധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രമേയം അവതരിപ്പിച്ചതും അതിൻ്റെ പൊതുചർച്ചയിലും പങ്കെടുത്തുകൊണ്ട് അതിൻ്റെ ആപൽക്കരമായിട്ടുള്ള പ്രത്യാഘാതങ്ങളെ തുറന്നെതിർത്തുകൊണ്ട് സംസാരിച്ചത് അടക്കമുള്ള കാര്യങ്ങൾ ഇതെല്ലാം വിസ്മരിച്ചുകൊണ്ടാണ് കല്ല് വച്ച പച്ചക്കള്ളം. പ്രത്യേകിച്ച് ന്യൂനപക്ഷ സമൂഹങ്ങളിൽ ആശങ്കയും ഭീതിയും പടർത്തിക്കൊണ്ട് ഒരു വലിയ ക്യാമ്പയിൻ 2019 തനിയാവർത്തനം എന്നതുപോലെ 2024 നടപ്പാക്കാനാണ് പരിശ്രമിക്കുന്നത്. അവിടെയാണ് ഞാൻ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത്, 2019 നിങ്ങൾ നടത്തിയ ഹീനമായിട്ടുള്ള ആക്രമണം അല്ലെങ്കിൽ അന്ന് നടത്തിയിട്ടുള്ള അതേ പ്രചാര പ്രവർത്തനങ്ങൾ വർദ്ധിത ശക്തിയോടുകൂടി 2024 നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ പരിശ്രമത്തിന് കൃത്യമായി ഞങ്ങൾക്ക് പറയാനുള്ള മറുപടി, ഞങ്ങൾ ജനങ്ങളുമായി നേരിട്ട് സംവദിക്കുന്നതും ഞങ്ങൾക്ക് ജനങ്ങളെ നന്നായിട്ടറിയാം, ജനങ്ങൾക്കും ഞങ്ങളെ നന്നായിട്ടറിയാം എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങളുടെ പ്രതിലോമകരമായ പ്രചാര പ്രവർത്തനങ്ങളെ അതിജീവിച്ചുകൊണ്ട് വർദ്ധിത ശക്തിയോടുകൂടി തിരിച്ചു വരാൻ ഈ തെരഞ്ഞെടുപ്പിലും കഴിയുമെന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടിയാണ്, ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് മത്സരത്തിൽ ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇത് ഒരു സ്ഥലത്ത് മാത്രമേ. എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള ഉദ്ദേശമെന്ന് ചോദിച്ചാൽ അതുകൂടി പറയാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും വിശദീകരിച്ച് ബോധപൂർവമാണ്. എല്ലാവരും മതേതര ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പൊതുരംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ നേതാക്കളെ മുഴുവൻ അവർ മുഴുവൻ സംഘിയാണ് എന്ന് വരുത്തി തീർത്തുകൊണ്ടുള്ള പ്രചരണം നടത്തുമ്പോൾ സ്വാഭാവികമായും ഈ ഗവൺമെന്റ്, പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാന ഗവൺമെന്റ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഈ ഗവൺമെന്റിന്റെ ഭരണപരമായിട്ടുള്ള വീഴ്ചകൾ, ഈ ഗവൺമെന്റിന്റെ കെടുകാര്യസ്ഥത, പിണറായി വിജയൻ എന്ന സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ അംഗം അദ്ദേഹവും അദ്ദേഹത്തിന്റെ കുടുംബവും നേരിടുന്ന ഗുരുതരമായിട്ടുള്ള കറപ്ഷൻ, അഴിമതി, ആർഭാടം, ധൂർത്ത്, കെടുകാര്യസ്ഥത, വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടുന്ന ജനങ്ങൾ, 7 മാസക്കാലത്തെ പെൻഷൻ, സാമൂഹ്യ പെൻഷൻ ലഭിക്കാനില്ല, KSRTC ജീവനക്കാർക്ക് ശമ്പളം ലഭിക്കുന്നില്ല, പെൻഷൻ ലഭിക്കുന്നില്ല, സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം ഗഡുക്കളായി വിതരണം ചെയ്യുന്നു, അവർക്ക് ലഭിക്കാനുള്ള ക്ഷാമബത്ത കൊടുക്കാൻ നിവൃത്തിയില്ല. ഗുരുതരമായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധി കൊണ്ട് സംസ്ഥാനത്തിന്റെ വികസന പ്രവർത്തനങ്ങൾ സ്തംഭിച്ചിരിക്കുന്നു, മുരടിച്ചിരിക്കുന്നു. ആർഭാടവും ധൂർത്തും കേരളീയത്തിന്റെ പേരിലും നവകേരള സദസ്സിന്റെ പേരിലും ഏറ്റവും ഒടുവിൽ മുഖാമുഖത്തിന്റെ പേരിലും കോടിക്കണക്കിന് രൂപ ധൂർത്തടിക്കുമ്പോ, പാഴ്ചെലവ് നടത്തുമ്പോ, അതിനെതിരായിട്ടുള്ള ജനവികാരം ഉയർന്നു വരുമ്പോ ഈ ജനവികാരത്തെ മുഴുവൻ തമസ്കരിക്കാൻ BJP രാഷ്ട്രീയം അല്ലെങ്കിൽ സംഘിവൽക്കരണ രാഷ്ട്രീയം ഉയർത്തിക്കൊണ്ട് പ്രത്യാക്രമണത്തിലൂടെ തങ്ങളുടേതായിട്ടുള്ള വീഴ്ചകളും പോരായ്മകളും മുഴുവൻ തമസ്കരിക്കുക എന്ന തന്ത്രപരമായ നീക്കമാണ് CPM ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നടത്തുന്നത് എന്നുള്ളത് നല്ലതുപോലെ തിരിച്ചറിയാൻ ഓരോ UDF പ്രവർത്തകർക്കും കഴിയണം. കാരണം ഈ ഒരു വിഷയത്തിന്റെ പേരിൽ പ്രതിരോധം സൃഷ്ടിച്ച് അല്ലെങ്കിൽ പ്രത്യാക്രമണം നടത്തി ഇതിലേക്ക് വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ചർച്ചകൾ മുഴുവൻ കേന്ദ്രീകരിച്ചുകൊണ്ട് തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു സമീപനത്തിലൂടെ ഈ ഗവൺമെന്റിന്റെ ജനവിരുദ്ധ നയങ്ങളെ തമസ്കരിക്കുക, ബോധപൂർവമായ തമസ്കരണത്തിലൂടെ ആ പ്രശ്നങ്ങൾ പൊതുമണ്ഡലത്തിൽ ചർച്ച ചെയ്യാൻ വേണ്ടി പാടില്ല. ഇതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ക്യാമ്പയിൻ. ഞാൻ ചോദിക്കട്ടെ, എന്താണ് നമ്മൾ മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം? ഞാൻ ദീർഘിപ്പിക്കുകയില്ല, വളരെ കൃത്യമായി പറയുന്നു. കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ RSPയും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗും കേരള കോൺഗ്രസും CMP അടക്കമുള്ള ഐക്യ ജനാധിപത്യ പ്രസ്ഥാനം കേരളത്തിലെങ്കിൽ ദേശീയ തലത്തിൽ രൂപപ്പെട്ടിട്ടുള്ള ഇന്ത്യൻ നാഷണൽ ഡെവലപ്മെന്റൽ ഇൻക്ലൂസീവ് അലയൻസ്, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന ജനാധിപത്യ മതേതര മൂല്യങ്ങൾ മുറുകെ പിടിക്കുന്ന ഇന്ത്യൻ നാഷണൽ ഡെവലപ്മെന്റൽ ഇൻക്ലൂസീവ് അലയൻസ് അഥവാ ഇന്ത്യ എന്ന മുന്നണി, മതേതര ഇന്ത്യയെ വീണ്ടെടുക്കുക എന്നുള്ളതാണ്
18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം. അതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയം. ആ രാഷ്ട്രീയം പറഞ്ഞാൽ CPM പ്രതിരോധത്തിലാകും. മതേതര ഇന്ത്യയെ വീണ്ടെടുക്കാൻ കേവലം 64 സീറ്റിൽ മാത്രം രാജ്യത്ത് മത്സരിക്കുന്ന CPM-നെ പോലൊരു പാർട്ടിക്ക് അതിന് നേതൃത്വം കൊടുക്കാൻ കഴിയുമോ? മതേതര ഇന്ത്യയെ വീണ്ടെടുക്കണമെങ്കിൽ ഫാസിസത്തിനെതിരായിട്ടുള്ള പോരാട്ടം അതിന്റെ കുന്തമുനയാകാൻ കഴിയുന്നത് ഒരു സംശയവും വേണ്ട ശ്രീമതി സോണിയാഗാന്ധിയുടെ, മല്ലികാർജുൻ ഖാർഗെയുടെ, ശ്രീ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള മതേതര മുന്നണിക്ക് മാത്രമേ കഴിയൂ. അതാണ് CPM-നെ ആശങ്കപ്പെടുത്തുന്ന രാഷ്ട്രീയം. അതുകൊണ്ടാണ് ഇന്ത്യ മുന്നണിയെ തുടക്കം മുതൽ തടസ്സപ്പെടുത്തുന്ന നയങ്ങൾ CPM-ന്റെ കേരള ഘടകം പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നടത്തുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഇവിടെ ബഹുമാനപ്പെട്ട സാദിഖ് അലി ശിഹാബ് തങ്ങൾ അവർ സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ 20 ലോക്സഭാ സീറ്റുകളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിട്ടുള്ള ABBP സർവേ ഉൾപ്പെടെയുള്ള സർവേകൾ പരിശോധിച്ചാൽ അറിയാം, 20 ലോക്സഭാ സീറ്റുകളിൽ 20 സീറ്റിലും UDF ഈ തെരഞ്ഞെടുപ്പിൽ തിളക്കമുള്ള വിജയം കൈവരിക്കാൻ പോകുന്നു. അത് മതേതര ഭാരതത്തെ വീണ്ടെടുക്കാനുള്ള പോരാട്ടത്തിന്റെ കരുത്ത്, ശക്തി ദേശീയ തലത്തിൽ വർദ്ധിപ്പിക്കും. അപ്പോൾ ആ രാഷ്ട്രീയം ജനങ്ങളോട് പറയാൻ CPM-ന് കഴിയില്ല. അവർ രാഷ്ട്രീയമായി പ്രതിരോധത്തിലാണ്. 2, കേരളത്തിലെ ഗവൺമെന്റിന്റെ ഭരണ നേട്ടങ്ങൾ വിലയിരുത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യണമെന്ന് ജനങ്ങളോട് അഭ്യർത്ഥിക്കാൻ കഴിയുമോ? അതിന്റെ വിശദാംശങ്ങളെ കുറിച്ച് പറഞ്ഞാൽ മണിക്കൂറുകളടക്കം ധാരാളം നേതാക്കൾ ഇവിടെയുണ്ട്. ഇവിടെ നേരത്തെ ആരോ സൂചിപ്പിച്ചു, ഇത്രയും അറപ്പും വെറുപ്പും ഉളവാക്കുന്ന ഒരു ഗവൺമെന്റ് കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഇവിടെ ശ്രീ PC വിഷ്ണുനാഥ് ഞങ്ങൾ കഴിഞ്ഞ കുറെ ദിവസങ്ങളായി ജനങ്ങളുമായി 7 നിയോജക മണ്ഡലങ്ങളിലും കടകമ്പോളങ്ങളിൽ വ്യാപാര സ്ഥാപനങ്ങളിൽ ചുട്ടുപൊള്ളുന്ന നട്ടുച്ച വെയിലത്ത് പോലും പ്രിയപ്പെട്ട അമ്മമാരെയും സഹോദരിമാരെയും കാണുമ്പോൾ ഞങ്ങൾ കേരളപുരത്തിനടുത്തുള്ള ഒരു ഹോട്ടലിന്റെ പേര് ഞാൻ പറയുന്നില്ല, അവിടെ ഞങ്ങൾ കടന്നു ചെന്നപ്പോൾ 80 വയസ്സിന് മുകളിലുള്ള പാവപ്പെട്ട ഒരു വല്യമ്മ മാറത്തടിച്ചുകൊണ്ട് നിലവിളിക്കുകയാണ്. 7 മാസമായി പെൻഷൻ കിട്ടിയിട്ട്. ഒരിടതുപക്ഷ ഗവൺമെന്റ് സംസ്ഥാനം ഭരിക്കുമ്പോഴുള്ള പാർശ്വവൽക്കരിക്കപ്പെട്ട പാവപ്പെട്ടവരുടെ സ്ഥിതി. കശുവണ്ടി തൊഴിലാളികൾ കൊല്ലം ജില്ലയിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, 2014 അധികാരത്തിൽ വരുന്നതിന് മുമ്പ് പറഞ്ഞു, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ഈ കൊല്ലം ജില്ലയിൽ അടഞ്ഞുകിടക്കുന്ന മുഴുവൻ കശുവണ്ടി ഫാക്ടറികളും ഞങ്ങൾ തുറന്ന് പ്രവർത്തിപ്പിക്കും. പ്രവർത്തിക്കാൻ വിസമ്മതിക്കുന്ന സ്വകാര്യ കശുവണ്ടി ഫാക്ടറി ഉടമകളുടെ ഫാക്ടറികൾ അക്വിസിഷൻ ആക്ട് അനുസരിച്ച് ഞങ്ങൾ ഏറ്റെടുക്കും. 200-ൽ കുറയാത്ത ദിവസങ്ങൾ, പ്രവൃത്തി ദിവസങ്ങൾ കശുവണ്ടി വ്യവസായത്തിലെ തൊഴിലാളികൾക്ക് നൽകും. അവരുടെ ശമ്പളവും വേതനവും ആനുകൂല്യങ്ങളും കാലോചിതമായി പരിഷ്കരിക്കും. ഏതെങ്കിലും ഫാക്ടറി തുറന്നോ? 864 ലൈസൻസ്ഡ് കശുവണ്ടി ഫാക്ടറികൾ ഉള്ളതിൽ ഏതാണ്ട് 800ഓളം നാമമാത്രമായ ഫാക്ടറികൾ മാത്രം ഈ കൊല്ലം ജില്ലയിൽ പ്രവർത്തിക്കുന്നു. 8 വർഷക്കാലത്തെ തുടർഭരണത്തിന്റെ നേട്ടം. ഷിബു ബേബി ജോണും PK കുഞ്ഞാലിക്കുട്ടിയും ശ്രീ ഉമ്മൻചാണ്ടിയും കേരളത്തിൽ അധികാരത്തിലിരുന്ന സമയത്ത് 5 വർഷത്തിനിടയിൽ കശുവണ്ടി കരിയിലും കറയിലും പുകയിലും പണിയെടുക്കുന്ന കശുവണ്ടി തൊഴിലാളികളുടെ മിനിമം വേതനം 5 വർഷത്തിനുള്ളിൽ 2 പ്രാവശ്യം പുതുക്കി നിശ്ചയിച്ചു. 8 വർഷത്തിന് ശേഷം ഇപ്പോൾ 23% കൂലി പുതുക്കി നിശ്ചയിച്ചു. ഒരൊറ്റ ഫാക്ടറി കൊടുക്കുന്നില്ല, കൊടുക്കാൻ ഫാക്ടറി തുറന്ന് പ്രവർത്തിക്കുന്നുമില്ല. ഇതാണ് കശുവണ്ടി വ്യവസായത്തിന്റെ സ്ഥിതി. സാമൂഹ്യക്ഷേമ പെൻഷൻ, KSRTC, KSEB, സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ വിലക്കയറ്റം കൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടുന്നു. ക്രമസമാധാന തകർച്ച. ഈ ഗുരുതരമായിട്ടുള്ള തകർച്ചയിൽ നിൽക്കുന്ന സംസ്ഥാന ഗവൺമെന്റിന്റെ ഭരണ നേട്ടങ്ങൾ വിലയിരുത്തിക്കൊണ്ട് ആർഭാടവും ധൂർത്തും അഴിമതിയും സ്വജനപക്ഷപാതവും നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഗവൺമെന്റിന്റെ ഭരണ നേട്ടങ്ങൾ വിലയിരുത്തിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ മുമ്പാകെ വോട്ട് ചോദിക്കാൻ കഴിയില്ല. അവിടെയും CPM പ്രതിരോധത്തിലാണ്. 3, ഈ ലോക്സഭാ മണ്ഡലവുമായി ബന്ധപ്പെട്ട് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു വികസനോന്മുഖ പ്രവർത്തനങ്ങൾ. ഒരു പാർലമെന്റ് അംഗത്തിന്റെ സാന്നിധ്യം. ഞാനും എതിർ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചൊന്നും ഈ അവസരത്തിൽ ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. വികസനോന്മുഖ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചൊക്കെ ഒരുപാട് വെല്ലുവിളികൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നടക്കുന്നത് മാധ്യമ സുഹൃത്തുക്കൾ ഞങ്ങളോട് വന്ന് ചോദിക്കുന്നുണ്ട്.
ഞങ്ങൾ ഏത് തരത്തിലുള്ള സംവാദത്തിനും ഞങ്ങൾ തയ്യാറാണ്. ആരോഗ്യപരമായിട്ടുള്ള ഏത് സംവാദത്തിനും ഞങ്ങൾ തയ്യാറാണ്. വെല്ലുവിളിക്കാനും പോർവിളിക്കാനും പോർമുഖം തുറക്കാനും ഒന്നും ഞങ്ങൾ ആളല്ല. കഴിഞ്ഞ 10 വർഷക്കാലം ഏറ്റവും ഒടുവിൽ 2019 മുതൽ 2024 വരെ കൊല്ലം ലോക്സഭാ നിയോജക മണ്ഡലത്തിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ അവിടെ പോയി തൊട്ട് കാണിച്ച് ബോധ്യപ്പെടുകയല്ല, വഴിയെ സഞ്ചരിച്ചാൽ തന്നെ ബോധ്യപ്പെടുന്ന അനുഭവഭേദ്യമാകുന്ന നിരവധി വികസന പ്രവർത്തനങ്ങൾ കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞു എന്ന അഭിമാന ബോധത്തോടു കൂടിയാണ് ഞങ്ങൾ ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്നത്. ഒരു ജനപ്രതിനിധിയുടെ സാന്നിധ്യം, ജനകീയ പ്രശ്നങ്ങളിലുള്ള ഇടപെടൽ, അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ ഒന്നും ഒരാക്ഷേപവും ആരോപണവും പറയാനില്ല എന്നിരിക്കെ പിന്നെ ആകെ ഉള്ളത് സംഘിവൽക്കരണത്തിന്റെ രാഷ്ട്രീയം പറഞ്ഞ് പ്രതിരോധമുണ്ടാക്കി അപവാദ പ്രചരണത്തിലൂടെ വ്യക്തിഹത്യയിലൂടെ രാഷ്ട്രീയമായി ഉന്മൂലനം ചെയ്യുക എന്ന പതിവ് ശൈലി സ്വീകരിച്ചുകൊണ്ടാണ് CPM കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ പ്രത്യേകിച്ചും കേരളത്തിൽ പൊതുവെയും ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ വേണ്ടി തയ്യാറാകുന്നത്. അതുകൊണ്ട് എനിക്ക് വിനയപുരസ്സരം മുഴുവൻ മുന്നണി പ്രവർത്തകരോടും അഭ്യർത്ഥിക്കാനുള്ളത്, CPM നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ അപവാദ പ്രചരണത്തെ അതിജീവിച്ച് മുന്നോട്ട് പോകുന്നതോടൊപ്പം ഈ ദേശീയ രാഷ്ട്രീയത്തിൻ്റെ പ്രസക്തി, ദേശീയ തലത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള മതേതര മുന്നണിയുടെ അധികാരത്തിൽ വരുന്നതിലൂടെ മതേതര ഇന്ത്യയെ വീണ്ടെടുക്കുക എന്ന വർത്തമാനകാല ഇന്ത്യൻ രാഷ്ട്രീയം ഒപ്പം നമ്മൾ തീർത്ത് പറയുന്നു, ചേർത്ത് വെച്ചുകൊണ്ട് പറയുന്നു, കേന്ദ്രത്തിലെ നരേന്ദ്രമോദി ഗവൺമെന്റിനെതിരായിട്ടുള്ള അതിശക്തമായ പോരാട്ടം സംഘടിപ്പിക്കുമ്പോൾ തന്നെ അറപ്പും വെറുപ്പും ഉളവാക്കുന്ന നിലയിൽ ജനങ്ങളെ പുച്ഛത്തോടുകൂടി കാണുന്ന അഴിമതിയുടെയും കെടുകാര്യസ്ഥതയുടെയും ധൂർത്തിന്റെയും പ്രതീകമായി മാറി തീർന്നിട്ടുള്ള കേരളത്തിലെ CPMന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിന് കനത്ത താക്കീത് നൽകാൻ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ പ്രയോജനപ്പെടുത്തണമെന്നുള്ളതും ഈ തെരഞ്ഞെടുപ്പിൽ UDFന്റെ രാഷ്ട്രീയമാണ്. അതുപോലെ വികസനോന്മുഖ പ്രവർത്തനങ്ങളിലും അത് സാധ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളിൽ മുഴുവൻ UDF പ്രവർത്തകരും ഒറ്റക്കെട്ടായി ഒരു മനസ്സായി മുന്നോട്ട് വരണമെന്ന് മാത്രമാണ് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്, അപേക്ഷിക്കാനുള്ളത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 2019 നടത്തിയ പ്രചരണം, 2014 നടത്തിയ പ്രചരണം, ഈ പ്രചരണങ്ങളെയൊക്കെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള കരുത്ത്, ശക്തി മതേതര മതന്യൂനപക്ഷ സമൂഹത്തിന് ശക്തിയും സ്വാധീനവുമുള്ള കൊല്ലം ലോക്സഭാ മണ്ഡലത്തിനുണ്ട് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. രാഷ്ട്രീയ പ്രവർത്തകരുടെ, പൊതുപ്രവർത്തകരുടെ പൊളിറ്റിക്കൽ ഇൻറ്റഗ്രിറ്റി, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അവരുടെ ഒരു പൊളിറ്റിക്കൽ കമ്മിറ്റ്മെന്റ്, പൊളിറ്റിക്കൽ ഐഡന്റിറ്റി CPMന്റെ സംസ്ഥാന സെക്രട്ടറിയും ജില്ലാ സെക്രട്ടറിയുമാണോ തീരുമാനിക്കുന്നത്? മറ്റു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ വരും കാലത്ത് എവിടെയായിരിക്കും, എങ്ങനെയായിരിക്കുമെന്ന്? ഇത്രയും ഹീനമായ, വില കുറഞ്ഞ, നിലവാരമില്ലാത്ത, അതാണ് ഞാൻ പല ചർച്ചകളിലും സൂചിപ്പിച്ചത്, സംസാരിച്ചപ്പോഴൊക്കെ സൂചിപ്പിച്ചത്. 1988 ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ ഞാൻ നാവായിക്കുളം ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ മൺവെട്ടിയും മൺകോരികയും അടയാളത്തിൽ RSPയുടെ ചിഹ്നത്തിലാണ് മത്സരിച്ചതെങ്കിൽ തുടർന്ന് ഇങ്ങോട്ടുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളിലും മത്സരിച്ചത് അതേ പാർട്ടിയുടെ അതേ ചിഹ്നത്തിൽ മത്സരിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചത്. കേരളത്തിലെ 20 ലോക്സഭാ സീറ്റുകളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിട്ടുള്ള ABBP സർവേ ഉൾപ്പെടെയുള്ള സർവേകൾ പരിശോധിച്ചാൽ അറിയാം, 20 ലോക്സഭാ സീറ്റുകളിൽ 20 സീറ്റിലും UDF ഈ തെരഞ്ഞെടുപ്പിൽ തിളക്കമുള്ള വിജയം കൈവരിക്കാൻ പോകുന്നു. 1988 ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ ഞാൻ നാവായിക്കുളം ഗ്രാമപഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ മൺവെട്ടിയും മൺകോരികയും അടയാളത്തിൽ RSPയുടെ ചിഹ്നത്തിലാണ് മത്സരിച്ചതെങ്കിൽ തുടർന്ന് ഇങ്ങോട്ടുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളിലും മത്സരിച്ചത് അതേ പാർട്ടിയുടെ അതേ ചിഹ്നത്തിൽ മത്സരിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ചത്. ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ ഏറ്റവും വലിയ ശക്തി, ഏറ്റവും വലിയ കരുത്ത് ജനങ്ങൾ അർപ്പിക്കുന്ന വിശ്വാസ്യതയാണ്. ആ വിശ്വാസ്യതയ്ക്ക്, ആ പൊളിറ്റിക്കൽ ക്രെഡിബിലിറ്റിക്ക്, ഐഡന്റിറ്റിക്ക്, ഇന്റഗ്രിറ്റിക്ക് കോട്ടം തട്ടുന്ന ഒരു പ്രവർത്തനവും ഒരു ഘട്ടത്തിലും ഒരു സാഹചര്യത്തിലും എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല എന്നുള്ളത് അസന്നിഗ്ധമായി
ഈ അവസരത്തിൽ പ്രഖ്യാപിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതൊരു എൻ്റെ അഭിമാനമാണ്, എൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള പൊളിറ്റിക്കൽ പ്രസ്റ്റീജാണ്, പൊളിറ്റിക്കൽ ഐഡന്റിറ്റിയാണ്. അധികാര താല്പര്യങ്ങൾക്ക് വേണ്ടി ആ പൊളിറ്റിക്കൽ ഐഡന്റിറ്റി, രാഷ്ട്രീയമായിട്ടുള്ള വ്യക്തിത്വം നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ ഒന്നുമല്ല എന്നുള്ളത് നല്ലതുപോലെ ബോധ്യമുള്ള ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ. അധികാര താല്പര്യങ്ങൾക്കപ്പുറത്ത് ജനങ്ങൾ നൽകുന്ന സ്വീകാര്യത, ജനങ്ങൾ നൽകുന്ന വിശ്വാസ, പൊളിറ്റിക്കൽ ക്രെഡിബിലിറ്റി, ഞാൻ അഭിമാനബോധത്തോടു കൂടി പറയുന്നു. ഈ 12 ദിവസങ്ങളിൽ, കഴിഞ്ഞ 12 ദിവസങ്ങളിൽ 7 നിയോജക മണ്ഡലങ്ങളിലായി രാവിലെ 8 മണി മുതൽ രാത്രി 8:30-9 മണി വരെ 38.5 ഡിഗ്രി സെൽഷ്യസ് ചൂട് പുനലൂരിൽ കത്തിക്കാളുമ്പോൾ, സൂര്യൻ കത്തിക്കാളുമ്പോഴും ആ പുനലൂർ പട്ടണത്തിന്റെ നഗരവീഥിയിലൂടെ കടകമ്പോളങ്ങൾ കയറിയിറങ്ങുമ്പോൾ എനിക്കും എന്നോടൊപ്പമുള്ള UDF-ന്റെ സഹപ്രവർത്തകർക്കും ഉഷ്ണത്തിന്റെ ഈ ഊഷ്മാവിന്റെ ഈ ചൂടിന്റെ കാഠിന്യം അല്പം പോലും ഞങ്ങൾക്ക് അനുഭവപ്പെട്ടില്ല. ജനങ്ങളുടെ ഒരു സ്വീകാര്യത, ജനങ്ങൾ നൽകുന്ന ഒരു അംഗീകാരം, ജനങ്ങളുടെ ഒരു വിശ്വാസം, ആ വിശ്വാസം ഒരു ഉത്തേജനമായി മാറി, ആവേശമായി മാറി തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തനത്തിന്റെ ആദ്യഘട്ടത്തിൽ എന്നുള്ളത് അഭിമാനബോധത്തോടു കൂടി നിങ്ങളുമായി പങ്കുവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത് തന്നെയാണ് ഒരു പൊതുപ്രവർത്തകൻ, ജനപ്രതിനിധി, ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ ഏറ്റവും വലിയ ശക്തി, ഏറ്റവും വലിയ കരുത്ത് ജനങ്ങൾ അർപ്പിക്കുന്ന വിശ്വാസ്യതയാണ്. ആ വിശ്വാസ്യതയ്ക്ക്, ആ പൊളിറ്റിക്കൽ ക്രെഡിബിലിറ്റിക്ക്, ഐഡന്റിറ്റിക്ക്, ഇന്റഗ്രിറ്റിക്ക് കോട്ടം തട്ടുന്ന ഒരു പ്രവർത്തനവും ഒരു ഘട്ടത്തിലും ഒരു സാഹചര്യത്തിലും എൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല എന്നുള്ളത് അസന്നിഗ്ധമായി ഈ അവസരത്തിൽ പ്രഖ്യാപിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത് ഞാൻ പ്രഖ്യാപിക്കാൻ നിർബന്ധിതമാകുന്നത് പ്രതിലോഭകരമായ പ്രചരണം മസ്ജിദുകളിൽ പോയി, പള്ളികളിൽ. ഇന്നലെ വെള്ളിയാഴ്ച വിശുദ്ധ ഖുർആൻ അവതരിച്ച മാസമാണ് പരിശുദ്ധ റമദാൻ മാസം. റമദാൻ മാസത്തിന്റെ ഇന്നലത്തെ വെള്ളിയാഴ്ച, കഴിഞ്ഞ വെള്ളിയാഴ്ച റമദാൻ, വിശുദ്ധ ഖുർആൻ അവതരിച്ച മാസമാണ് റമദാൻ മാസം. വിശ്വാസ സമൂഹം പകൽ സമയങ്ങളിൽ ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിച്ച് വ്രതാനുഷ്ഠാനങ്ങൾ അനുഷ്ഠിക്കുന്ന ആ ദിവസം, വെള്ളിയാഴ്ചയിലെ നിസ്കാരം കഴിഞ്ഞ്, നമസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി, അതാണ് ഏറ്റവും ഹീനം, തെരഞ്ഞെടുപ്പ് കമ്മിറ്റി തീരുമാനിച്ച് സബ് കമ്മിറ്റികളെ ചുമതലപ്പെടുത്തി ആ പള്ളികൾക്ക് മുമ്പിൽ പോയി വിശുദ്ധ വ്രതാനുഷ്ഠാനങ്ങൾ നിർവഹിച്ചു വരുന്ന വിശ്വാസ സമൂഹത്തെ കൂടെ നിർത്തി നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തിഹത്യയും അപവാദ പ്രചരണത്തെയും എങ്ങനെയാണ് പ്രതിരോധിക്കേണ്ടത്? അവിടെയാണ് ഞാൻ സൂചിപ്പിച്ചത്, ഒരു വ്യക്തിയുടെ രാഷ്ട്രീയ ഐഡന്റിറ്റി. ഇത് ഇന്നലെ നമ്മൾ പല സിനിമകൾ, സന്ദേശം സിനിമയൊന്നും ഞാനിവിടെ പറയുന്നില്ല, ഇന്നലകളിൽ മറ്റു തലങ്ങളിലുള്ള ലൈംഗിക അപവാദ പ്രചരണങ്ങളിലൂടെ ആയിരുന്നെങ്കിൽ കേരളത്തിൻ്റെ ഇന്നത്തെ പൊതുരാഷ്ട്രീയത്തിൽ സംഘിവൽക്കരണ രാഷ്ട്രീയത്തിലൂടെ പൊതുസ്വീകാര്യതയുള്ള, മതേതര വിശ്വാസ്യതയുള്ള രാഷ്ട്രീയ നേതാക്കളെ അപകീർത്തിപ്പെടുത്തി അപവാദ പ്രചരണത്തിലൂടെ മതേതര സമൂഹത്തിലും മതന്യൂനപക്ഷ സമൂഹത്തിലും ആശങ്കയുടെ, സംശയത്തിൻ്റെ നിഴൽ പരത്തി അതിലൂടെ വോട്ട് ബാങ്കിനെ സ്വാധീനിക്കാൻ വേണ്ടി നടത്തുന്ന ഹീനമായ ശ്രമങ്ങളെ 2019 പോലെ തന്നെ 2024 പ്രബുദ്ധമായിട്ടുള്ള കൊല്ലം ലോക്സഭാ മണ്ഡലത്തിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രതിരോധിച്ച് പ്രതികരിക്കുമെന്ന് ആത്മവിശ്വാസം നിങ്ങളുമായി ഞാൻ ഈ അവസരത്തിൽ ആവർത്തിച്ച് പങ്കുവെച്ചുകൊണ്ട്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജനങ്ങൾ, നിങ്ങൾ, പ്രത്യേകിച്ചും UDF-ന്റെ പ്രവർത്തകർ, നിങ്ങൾ അർപ്പിച്ച, ജനങ്ങൾ ഏൽപ്പിച്ച ആ ഉത്തരവാദിത്വം, വിശ്വാസം എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഞാൻ സംസാരിക്കുമ്പോൾ, സ്വീകരണം ഏറ്റുവാങ്ങി സംസാരിക്കുമ്പോൾ പറയാറുള്ള വാചകമാണ്, ഏൽപ്പിച്ച വിശ്വാസവും അർപ്പിച്ച വിശ്വാസവും ഏൽപ്പിച്ച ചുമതലയും ഉത്തരവാദിത്വവും 100% സമർപ്പിത മനോഭാവത്തോടുകൂടി സത്യസന്ധമായി കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിച്ച് നാടിനും ജനങ്ങൾക്കും വേണ്ടി പ്രവർത്തിക്കുമെന്ന് ആവർത്തിച്ച് ഈ കൺവെൻഷനിൽ നിങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് പ്രതിജ്ഞയെടുത്തുകൊണ്ട് ഈ സമ്മേളനത്തിൽ പങ്കെടുത്തിരിക്കുന്ന മുഴുവൻ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ മുഴുവൻ നേതാക്കളെയും എല്ലാവരുടെയും പേരെടുത്ത് അഭിസംബോധന ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പോലും ഇവിടെ സന്നിഹിതരായിരിക്കുന്ന മുഴുവൻ നേതാക്കളെയും മുഴുവൻ മുന്നണി പ്രവർത്തകരെയും ഹാർദമായി അഭിവാദ്യം ചെയ്യുന്നു. മലപ്പുറത്തു നിന്ന്, കൊടപ്പനയ്ക്കൽ തറവാട്ടിൽ നിന്ന്
ഇന്നത്തെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം കൂടി മനസ്സിലാക്കിക്കൊണ്ട് ഈ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്ന അഭിവന്ദ്യനായിട്ടുള്ള ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന പ്രസിഡന്റ്, ഐക്യ ജനാധിപത്യ മുന്നണിയുടെ കരുത്തനായ സംസ്ഥാനത്തിൻ്റെ പ്രമുഖനായിട്ടുള്ള നേതാവ് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അടക്കമുള്ളവരോടൊക്കെയുള്ള അഗൈതവുമായ നന്ദിയും കടപ്പാടും സ്നേഹവും ആദരവും, അതുപോലെ മലപ്പുറത്ത് നിന്ന് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പ്രിയപ്പെട്ട MLA അടക്കമുള്ള എല്ലാവരോടുമുള്ള അഗൈതവുമായ നന്ദിയും കടപ്പാടും ഒരാവർത്തി കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഉജ്ജ്വലമായ വിജയം 2024 ആവർത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ മുഴുവൻ മുന്നണി പ്രവർത്തകരുടെയും സഹായം, സഹകരണം, പ്രവർത്തനം ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട്, അപേക്ഷിച്ചുകൊണ്ട്, അഭിവാദ്യമർപ്പിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ വിപ്ലവ അഭിവാദ്യം.